ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയാസിയം കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗ്ലൂർ ബോണ്ടയാണ്. മാംഗ്ലൂർ ബോണ്ട എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സാണ്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദ 2 തവണ അരിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 2-3 തവണ അരിച്ച് വേണം മൈദ എടുക്കാൻ. അതിനകത്തേക്ക് അതേ റേഷ്യോയിൽ 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇത് ഫ്രൈഡ് റവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അരച്ച് വേണമെങ്കിൽ അതിൻ്റെ ഇച്ചിരി 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല കളർ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ച് വേണം ഇതിന് ഉപ്പിടാൻ. വളരെ ഉപ്പ് ഫീൽ ചെയ്യുന്നൊരു ഫുഡാണിത്. അപ്പോൾ അത് കാരണം നമ്മൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ 3/4 കപ്പ് തൈര്, കട്ട തൈരാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഇതിന് ഈ കട്ട തൈരിന് നമുക്കൊന്ന് ഉടച്ചിട്ട് ചേർക്കാം, പക്ഷേ നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കട്ട തൈരായിട്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷമേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിനെ നന്നായിട്ട് കുറേശ്ശെ ചേർത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് തൈരെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തൈര് ചേർത്തപ്പോൾ തന്നെ ഇത്രയും കട്ടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എന്തായാലും നമുക്കത് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാൻ പോവാണ്. അതോടൊപ്പം ഞാൻ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പ സോഡയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ. അതോടൊപ്പം തന്നെ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നമുക്ക് അപ്പക്കാരയിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിൽ ഞാനിതിനെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്, വെള്ളം ഒഴിച്ച്. അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. റവ ആയതുകൊണ്ട് നന്നായിട്ട് കുതിരും. അപ്പോൾ അത് കാരണം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പം ഞാനത് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അതിനുശേഷം നമ്മളിതിനെ 1/2 മണിക്കൂർ നേരം ഒന്ന് അടച്ച് വയ്ക്കണം. അതിനുശേഷം വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. അങ്ങനെ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കുഴച്ച് വെക്കാവുന്നതേ ഉള്ളൂ 1/2 മണിക്കൂർ വെക്കുമ്പോൾ. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് മാവെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് കൺസിസ്റ്റൻസി നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണ്. ഈ കൺസിസ്റ്റൻസി വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പക്കാരയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. കുഴിപ്പണിയാരത്തിൻ്റെ പാനിലാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിനകത്ത് നിറയെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് ഒത്തിരി എണ്ണ വേണ്ടതുകൊണ്ട് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഉണ്ണിയപ്പക്കാരയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീരെ ചെറുതായിട്ട് ചെയ്യാം, നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ വലുപ്പത്തിൽ ചെയ്യാം. അങ്ങനെയല്ല, അതിലും വലുതായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പാനിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് വലുതായിട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വലുപ്പത്തിലൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയപ്പമാണെന്ന് വിചാരിക്കത്തുള്ളൂ, ആ കളറൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ്. എൻ്റെ ഫ്രണ്ട് മല്ലിക എനിക്ക് തന്ന റെസിപ്പിയാണ്. കാരണം ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഒരു തവണ എനിക്കിത് ഉണ്ടാക്കി തന്നു. അന്ന് തൊട്ട് ഞാൻ ഈ റെസിപ്പിക്ക് അവളുടെ പുറകെ നടക്കുകയാണ്. അങ്ങനെ അവൾ തന്ന റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു സോ മച്ച് മല്ലിക ഫോർ ഷെയറിങ് ദിസ് റെസിപ്പി. അങ്ങനെ നമ്മുടെ ബോണ്ട ഇവിടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴിപ്പനിയാരം അല്ലെങ്കിൽ ഉണ്ണിയപ്പം ആണെന്ന് വിചാരിക്കത്തുള്ളൂ വീർത്ത് വരുന്നത്. ശരിക്കും മാവ് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തനിയെ അതിനകത്ത് കിടന്ന് റോളായിട്ട് ഉരുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഞാൻ ഇച്ചിരി കൂടെ വലുപ്പത്തിൽ ഒഴിച്ചുകൊണ്ട് നമ്മളൊന്ന് ചെറുക്കനൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി, അത് തിരിഞ്ഞ് വീണോളും കേട്ടോ. ഒരു കുഴപ്പമില്ല. നല്ല റോളായിട്ട് വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ചെറുതായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ കൈ കൊണ്ട് നമുക്കതെടുത്ത് ചെറുതായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിനകത്തൊക്കെ എണ്ണ ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് കോരി ചെറിയ 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 ബോളായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഴിപ്പണിയാരത്തിനകത്തുള്ള നമ്മുടെ മാംഗ്ലൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റോളായിട്ട് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വെളിയിൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് സാധനം കേട്ടോ. റവ ആയതുകൊണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെറുതായിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അതിനകത്ത് ഇങ്ങനെ നല്ലതാണ്, ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല റൗണ്ടിൽ വരും. അതിങ്ങനെ അകത്ത് കിടന്ന് അതിങ്ങനെ തനിയെ റോൾ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാംഗ്ലൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്